ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജുലേൺ. ഹിന്ദി എജുലേണിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡിൻ്റെ 2025 ആനുവൽ എക്സാമിൻ്റെ ഹിന്ദിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുഴുവൻ പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. 3rd ടേമിലേക്കുള്ള പാഠഭാഗങ്ങൾ നന്നായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാം. 6 പ്രവർത്തനങ്ങളായിരിക്കും നമുക്കുണ്ടായിരിക്കുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായി നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിനും കൂടി ഉത്തരം എഴുതുക. അങ്ങനെ ടോട്ടൽ 5 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗതിവിധി എന്താണെന്ന് നോക്കാം. ഗതിവിധി 1 സൂചന ഖണ്ഡ് പഠേം ഔർ ഉത്തർ ലിഖേ. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേതായിരിക്കില്ല, പുറത്തു നിന്നും ഇതുപോലെയുള്ള പാരഗ്രാഫുകൾ നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു മോഡലാണ്. ഇതേ മോഡലിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. ഏക് ഗോസലെ മേം ഏക് പ്യാരി സി ചിടിയ അപ്പിനെ ബച്ചോं के साथ രഹാ കർത്തി थी. ഒരു പക്ഷിക്കൂട്ടിൽ ഒരു സ്നേഹനിധിയായ പക്ഷിയും അതിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു. വേ സബ് സാത്ത് മേ ഹമേശാ ഹി ഖുശ് രഹത്തെ थे. അവർ മുഴുവനും, ആ പക്ഷിയും കുഞ്ഞുങ്ങളും എപ്പോഴും സന്തോഷത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത്. മമ്മി ചിടിയ അപ്പിനി ബച്ചോं को ഖാന പാനി ഖോജന സിക്കാത്തി ഹെ. അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണവും വെള്ളവും തേടി അന്വേഷിക്കാൻ പഠിപ്പിച്ചിരുന്നു. മമ്മി ചിടിയ അപ്പിനെ സാരെ ബച്ചോं को ഉടനെ കാ പ്രശിക്ഷൺ ദേത്തി ഹെ. ആ അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാനുള്ള പരിശീലനവും നൽകിയിരുന്നു. വഹ് റോസ് ഉനെ ഉഡ്നാ സിഖാത്തി ഹെ. ആ പക്ഷി നിത്യവും ആ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിച്ചിരുന്നു. ധീരെ ധീരെ ഉൻകെ തീനോ ബച്ചെ സീഖ് ജാത്തെ ഹെ. പതുക്കെ പതുക്കെ ആ പക്ഷിയുടെ 3 കുഞ്ഞുങ്ങളും പറക്കാൻ പഠിച്ചിരുന്നു. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഘോസലെ മേ കോൻ അപ്പിനെ ബച്ചോं के साथ രഹാ കർത്തി ഥി. പക്ഷിക്കൂട്ടിൽ ആരാണ് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. ചിടിയ, ഗിൽഹരി, ബന്ദർ, കച്വ. നമുക്കറിയാം ആരാണ്. ചിടിയ ഫസ്റ്റ് വണ്ണാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇങ്ങനെ പാരഗ്രാഫ് തന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ പാരഗ്രാഫിൽ നോക്കണം. ക്വസ്റ്റ്യൻ സെൻറ്റൻസുകൾ വരുന്ന ഭാഗത്ത് ഉത്തരമുണ്ടായിരിക്കും. അത് ഓപ്ഷൻസിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഫസ്റ്റ് വണ്ണാണ് ചിടിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബച്ചോ കോ ഉഠിനെ കാ പ്രശിക്ഷൺ കോൻ ദേത്തി ഹെ. പക്ഷിക്കുഞ്ഞുങ്ങളെ പറക്കാനുള്ള പരിശീലനം ആരാണ് നൽകിയത്. ഗിൽഹരി, മമ്മി ചിടിയ, തോത്ത, മോർ. ആരാണ്. സെക്കൻഡ് ഓപ്ഷൻ മമ്മി ചിടിയ. തേർഡ് ക്വസ്റ്റ്യൻ ചിടിയ അപ്പിനെ ബച്ചോं के साथ കഹാ രഹത്തി ഥി. പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഘർമേ, ഗോസലേമേം, പത്തർമേം, താലാബുമേം. എവിടെയാ. സെക്കൻഡ് ഓപ്ഷൻ ഗോസലേമേം, പക്ഷിക്കൂട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗദ്യാംശ് കാ ഉചിത് ശീർഷക് ലിഖേ. ഈ ഗദ്യഭാഗത്തിന് ഉചിതമായ ഒരു ഹെഡിങ് നൽകുക. ശീർഷക് എന്ന് പറഞ്ഞാൽ എന്താണ്. ഹെഡിങ് ആണ്. അപ്പോൾ ഇതിന് പറ്റിയത് എന്താണ്. ഇതിനനുയോജ്യമായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അമ്മ ചിടിയുടെയും കുഞ്ഞുങ്ങളുടെയും കഥയല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്യാരി ചിടിയ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചിടിയ എന്ന് കൊടുക്കാം, മമ്മി ചിടിയ എന്ന് കൊടുക്കാം, മമ്മി ചിടിയ അവർ നന്നെ ചിടിയ എന്ന് കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാനിക്ക് സമാനാർത്ഥക ശബ്ദലിക്ക്. പാനി, വെള്ളം എന്നതിൻ്റെ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഇതിനകത്തുണ്ട്. 4 ഓപ്ഷൻസിൽ വായു, ജൽ, നദി, മേഘ്. ഏതാണ്. സെക്കൻഡ് ഓപ്ഷൻ ജൽ. അപ്പോൾ ഇതുപോലെ പാരഗ്രാഫ് തന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വളരെ സിമ്പിളായി പാരഗ്രാഫ് നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഗതിവിധി 2 സൂചന കവിതാംശ പഠേം ഔർ പ്രശ്നോं के उत्तर लिखिए. കവിതാഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പാഠപുസ്തകത്തിലെ കവിതയാണ്. അതിൻ്റെ വരികൾ തന്നിട്ടുണ്ട്. रिमझिम रिमझिम वर्षा आई धरती के सब प्यास बुझाई श्याम घटाएं गुमड़ रही है नदी नालियाँ उमड़ रही है. കവിതാഭാഗം തന്നു. ചോദ്യം ഇതാണ്. കൈസേ വർഷ ആയി. എങ്ങനെയാണ് മഴ വന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ വരിയിൽ തന്നെ ഉത്തരമുണ്ടല്ലേ. നമ്മുടെ ഓപ്ഷൻസ് ഉമ്മടുക്കർ, ഗുമ്മടുക്കർ, റിംജിം റിംജിം, ടർ ടർ. ഏതാണ് ഉത്തരം. തേർഡ് ഓപ്ഷൻ റിംജിം റിംജിം. सेकंड क्वेश्चन जल जीवन का आधार है. ये संदेश देते हुए एक पोस्टर तैयार करें. ജലം
ജീവൻ്റെ അടിസ്ഥാനമാണ്. ഈ സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജലത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വനസംരക്ഷണത്തെക്കുറിച്ച്, മരങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റുകളൊക്കെ പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ പിക്ചർ അവിടെ തന്നിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ അപ്പുറ സൈഡിൽ മാറ്റി തന്നിട്ടുണ്ടാവും. അവയെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് എഴുതുക എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ജൽ ജീവൻ കാ ആധാർ ഹി. ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ടല്ലേ. ഈ ഒരു പോയിന്റ് ചേർത്തുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജലത്തിൻ്റെ, മഴ പെയ്യുന്നതോ അല്ലെങ്കിൽ വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് ഈ സെൻറ്റൻസ് അതിലേക്ക് എഴുതുക. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് ജലസംരക്ഷണത്തെക്കുറിച്ച് സെൻറ്റൻസ് അറിയാമെങ്കിൽ അതും ചേർക്കുക. നമുക്കിവിടെ 2-3 ജലസംരക്ഷണ പോസ്റ്റർ നോക്കാം. പോസ്റ്ററിന് അനുയോജ്യമായ പിക്ചറുകളൊക്കെ നിങ്ങൾ ചേർക്കണം. ജൽ ഹേ തോ കൽ ഹേ. ജലമുണ്ടെങ്കിൽ നാളെയുണ്ട്. ജൽ ജീവൻ കാ ആധാർ ഹേ. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. ജൽ ഹേ തോ കൽ ഹേ. ജലമുണ്ടെങ്കിൽ നാളെയുമുണ്ട്. പ്രകൃതി കി അൻമോൾ ധരോഹർ കാ സംരക്ഷൺ കർണ ഹമാരാ കർത്തവ്യ ഹേ. പ്രകൃതിയുടെ അമൂല്യമായ ജലസ്രോതസ്സിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മറ്റൊന്ന് നോക്കൂ, ജൽ അമൂല്യ ഹേ. ജലം അമൂല്യമാണ്. ജൽ കെ ബിന ജീവൻ സംഭവ് നഹി ഹേ. ജലത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. ഇസലിയെ, അതുകൊണ്ട് ജൽ സംരക്ഷൺ കരോ. ജലത്തെ നമ്മൾ സംരക്ഷിച്ചാലും. അപ്പോൾ ഇതുപോലെ കുറേ പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വേറെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോക്കാം നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന്. സൂചന ഗണ്ട് പടേം അവർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക് പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 2 संतरे थे। एक दिन वे घूमने निकले। अचानक ही एक भालू सामने आ गया। संतरों को देख उसके मुंह में पानी आ गया। उसने एक संतरा उठाया। संतरे के जोर से पकड़कर वह खाने ही वाला था कि संतरे का रस उसकी आंखों में चला गया. 2 संतरे എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഭാഗമാണ് തന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്, സന്തരയ്ക്ക് സാമനെ കോൻ ആകയ. സന്തരയുടെ മുമ്പിൽ ആരാണ് വന്നു ചേർന്നത്? ഭാലു, ബന്ദർ, ഖർഗോഷ്, കച്ചുവ. ആരാണ്? ഭാലു. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. വാർത്താലാപം എന്നാണ് ഹിന്ദിയിൽ പറയുക. താലികാക്കി സഹായദാസെ വാർത്താലാപിക്ക് പൂർത്തിക്കരെ. ഇവിടെ ഒരു ബോക്സിൽ കുറേ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് അപ്പുറ സൈഡിൽ തന്നിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് നേരെ ഏതാണ് ചേരുന്നതെന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ്. സന്തര ഏക്ക്, സന്തര ദോ, ഭാലു, ഇവരുടെ സംഭാഷണമാണ് എഴുതേണ്ടത്. പാരഗ്രാഫ് നമുക്ക് ഇവിടെ ബോക്സിൽ അവർ പറയുന്ന സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പം നോക്കിയേ, നമുക്ക് ഫസ്റ്റ് സന്തര ഏക്ക് പറയുന്നതിൽ ഈ ബോക്സിൽ ആദ്യം വരുന്ന സെൻറ്റൻസ് ഏതായിരിക്കും? സന്തര ഏക്ക്, ഒന്നാമത്തെ ഓറഞ്ച് പറയാണ്. ഫസ്റ്റത്തെ സെൻറ്റൻസ് ആണ് ദേഖോ ദേഖോ ഏക്ക് ഭാലു. നോക്കൂ നോക്കൂ ഒരു കരടി എന്ന്. അപ്പോൾ ഒന്നാമത്തെ സന്തര പറഞ്ഞത് അതിലേക്ക് എടുത്തെഴുതുക. അപ്പോൾ സന്തര ദോ. അപ്പോൾ രണ്ടാമത്തെ ഓറഞ്ച് പറയാണ് കഹാം, എവിടെ. അവിടുത്തെ 5ാമത്തെ സെൻറ്റൻസ് ആണ്. സന്തര ഏക്ക്, ഒന്നാമത്തെ ഓറഞ്ച് വീണ്ടും പറയാണ് ദൗഡോ ദൗഡോ, ഓടിക്കോ ഓടിക്കോ എന്ന്. അപ്പോൾ ഭാലു പറയാ വാ കിത്തന സുന്ദർ സന്തരെ. എന്ത് മനോഹരമായ സന്തരെ എന്ന് ബാലു പറയുന്നത് സെക്കൻഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സന്തര ദോ. അപ്പോൾ രണ്ടാമത്തെ സന്തരേനെ അപ്പോഴത്തേക്കും ബാലു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാണ് മുച്ചേ ഛോടോ, എന്നെ വിടൂ എന്ന് സന്തര ദോ പറയാണ്. അതേതാണ് സെൻറ്റൻസ്? 4ാമത്തേതാണ്. അപ്പോൾ ഭാലു പറഞ്ഞത് എന്താ? തുമേ ചോടൂങ്കാ നഹി, ഇല്ല നിന്നെ വിടില്ല എന്ന്. 6ാമത്തെ സെൻറ്റൻസ് ആണ് അതിന് ചേരുന്നത്. അപ്പോൾ സന്തര ഏക്ക്. അപ്പോൾ ഒന്നാമത്തെ സന്തര പറയാം വ കിസ്കേ ലിയേ ആയാ ഹോഗ, അവൻ എന്തിനെ വന്നതാവാം. ലാസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇതുപോലെ ഓർഡർ തെറ്റിയിട്ട് കോൺവെർസേഷനൊക്കെ തരും. അപ്പോൾ ചേരുന്ന ഭാഗത്തെടുത്ത് എഴുതുക. ഇങ്ങനെ ഒരു മോഡലും ഉണ്ടാവാം. അടുത്ത പ്രവർത്തനം ഗതിവിധി 4 സൂചന കവിതാംശ് പടേം ഔർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. താഴെ തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഹവ ഔർ ധൂൾ എന്ന് പറയുന്ന കവിതാഭാഗമാണ് തന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്, നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകറിലേക്ക്. താഴെ ഏതോ വരികളുടെ ആശയം തന്നിട്ടുണ്ട്. വരി ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ആശയം വായിച്ച് നോക്കുമ്പോൾ ആ വാക്കുകൾ വരുന്ന വരികൾ ഏതാണെന്ന് നോക്കുക. അതായിരിക്കും ഉത്തരം. ഇവിടെ തന്നിരിക്കുന്ന ആശയം എന്താണ്?
धूल आंखें बंद कर गूंजती थी हवा धूल के नीचे चल रही थी. ഈ ആശയം വരുന്ന വരി ഇവിടെ ഏതാണെന്ന് നോക്കിയേ. 4ഉം 5ഉം വരിയാണ്. ഹവാ ഹോ ഗയി ധൂൾ കെ നീച്ചെ ധൂൾ ഗോജ്തി ആംഖേ മീച്ചെ. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എടുത്തെഴുതേണ്ടത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും വന്നേക്കാം. അപ്പോൾ ഏതാണോ ആശയത്തിൽ വരുന്ന വാക്കുകൾ അത് വരുന്ന വരി എടുത്തെഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉചിത് ജോഡെ ചുൻകർ ലിഖേ. ഉചിതമായ ജോഡി എടുത്തെഴുതുക. ഇതും എന്താണ്, കവിതയുടെ വരികൾ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നതാണ്. ഹവാ ധൂൾ കോ, മൂന്നാമത്തെ ഓപ്ഷൻ. ചേട് കെ ഭാഗി, അത് ആ വരിയിലുണ്ടല്ലേ. സോത്തി ധൂള്, അതിന് ചേരുന്നത് ഏതാണ്, അചാനക് ജാഗി ഫസ്റ്റ്. ഉഡി ഹവ, അതിനേതാണ് പീച്ചെ പീച്ചെ. ഇങ്ങനെ വരികളിൽ നിന്ന് ഓർഡർ ആക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ പൂരിപ്പിക്കാനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേ മോഡലിൽ നമ്മൾ ഓണപരീക്ഷയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്ര കവിതകളുണ്ടോ ആ കവിതകൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. അടുത്ത പ്രവർത്തനം. സൂചന. താലിക കി സഹായത സെ ഡയറി കി പൂർത്തി കരേം. ഇവിടെ തന്നിരിക്കുന്ന ബോക്സിലുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഈ താഴെയുള്ള ഡയറി പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 3 എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലെ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഡയറിയാണ്. ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നത് എടുത്ത് ഓർഡറാക്കി ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മതി. അവിടെ ഒരു ബോക്സിൽ ഡയറിയുടെ ഒരു മോഡലിൻ്റെ ഭാഗം സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 15, ഫെബ്രുവരി 15 മംഗൾവാർ, മംഗൾവാറിന് തിങ്കളാഴ്ച. ഒരു ദിവസവും ഡേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ആജ് ജൽമുർഗിയാം, അവിടെ തന്നിട്ടുണ്ട് ഇന്ന് ജൽമുർഗികൾ, കുളക്കോഴികൾ. ചൂസേ മേരെ ഘർമേ ഗുസായേ, ഇന്ന് കുളക്കോഴി കുഞ്ഞുങ്ങളുടെ കുട്ടികൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ബിലൗട്ടേ സെ ഡർക്കർ ചൂസേ ഘർ കെ അന്തർ ഗുസായേ, പൂച്ചക്കുഞ്ഞിനെ പേടിച്ചിട്ട് ചൂസകൾ എൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. ജൽമുർഗിയാം ഷോർ മച്ചാത്തി രഹീതി, കുളക്കോഴികൾ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. മേനെ ചൂസേക്കോ പകടുക്കർ ജൽമുർഗിയോക്കോ ദിയ, ഞാൻ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കുളക്കോഴികൾക്ക് കൊടുത്തു. ജൽമുർഗിയോക്കോ ഭി ഗിൻതി ആത്തി തി, കുളക്കോഴികൾക്ക് എണ്ണാൻ അറിയാമായിരുന്നു. ജൽമുർഗിയ നദി കി തരഫ് ദൗഡ് പടി, കുളക്കോഴികൾ നദിയുടെ നേരെ ഓടിപ്പോയി. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാ നമുക്ക് സെൻറ്റൻസുകൾ അറിയാമെങ്കിൽ അതും ചേർക്കാം. ഇപ്പോൾ ഇവയെ നമ്മൾ ഓർഡർ ആക്കി അങ്ങ് നേരെ എഴുതി പോകണം. ഫുൾ സ്റ്റോപ്പ് ഇട്ട് സെൻറ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. 6ാമത്തെ പ്രവർത്തനം ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. സൂചന. നീച്ചെ ദിയേ കോഷ്ടക് സേ രംഗോं के नाम चुनकर तालिका में लिखे. നിങ്ങൾ നിറങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ തന്നിരിക്കുന്ന കളറുകൾ ഏതോ അത് നേരെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനം. അപ്പോൾ ഓരോ നിറങ്ങളും നോക്കുക, അവയുടെ പേര് എഴുതുക. ബ്രാക്കറ്റിനകത്ത് അവരുടെ പേരുകളുണ്ട്. ആദ്യത്തേത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറിന് ഭൂര എന്നാണ് പറയുന്നത്. ഇവിടുത്തെ 5ാമത്തെ വാക്ക് ഭൂര. നെക്സ്റ്റ് മഞ്ഞ, യെല്ലോയാണ്. യെല്ലോയ്ക്ക് നമ്മൾ പീല എന്നാണ് പറയുക. ഇവിടുത്തെ 4ാമത്തെ വാക്ക് പീല. നെക്സ്റ്റ് പച്ചയാണ്. ഗ്രീനിന് നമ്മൾ ഹര എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഹര എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത് 6ാമത്തെ വാക്ക്. പിന്നത്തേത് റെഡാണ്, ചുവപ്പ്. ചുവപ്പിന് നമ്മൾ ലാൽ എന്നാണ് പഠിച്ചിട്ടുള്ളത്. 3ാമത്തെ വാക്ക്. നെക്സ്റ്റ് ബ്ലാക്കാണ്, കറുപ്പ്. കറുപ്പിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് കാല, ഫസ്റ്റ് വാക്കാണ്. ഇതുപോലെ നിറങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, അത് എഴുതാനും. ചിലപ്പോൾ അത് ബ്രാക്കറ്റിലൊന്നും തരാണ്ട് കളറിന് നേരെ പേരെഴുതാൻ പറയും. അപ്പോൾ കളറുകളുടെ വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതുപോലെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. താങ്ക് യു.